എന്താ മോനെ? അപ്പം എല്ലാവരും പടം കാണാം. ഇതിനകത്ത് ഷൈൻ ചേട്ടൻ എനിക്ക് ചോദിക്കാനൊരു കാര്യമുണ്ട്. അതായത് പ്രകമ്പനം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മൂവിയിലേക്ക് വരികയാണ്. അപ്പോൾ അതിലും യൂത്ത്, അതിൽ കോളേജ് ഹോസ്റ്റലായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ കോളേജ് ഫുൾ ഉണ്ട്. എങ്ങനെയാണ് അമീൻ ഒരു കോളേജിന്റെ ഒരു ക്യാമ്പസ് വൈബ് ഓർമ്മ വന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ലൈഫ്? എങ്ങനെ എൻജോയ് ചെയ്യുന്നു ഈ ഫിലിം ലൈഫ്? കോളേജിന്റെ പുറത്ത് ക്ലാസ് റൂം അത്ര രസമില്ല അല്ലേ? പഠിക്കുന്ന ഏരിയ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. 16-17 പേപ്പർ കിട്ടാണ്ട് എനിക്ക്. അല്ല, ഈ കോളേജിൽ കുറേ കാലം പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാനും പഠിച്ചിട്ടില്ല. ഈ സിനിമ പരിപാടിയൊക്കെ ആയിട്ട് നേരത്തെ അവിടുത്തെ ഇറങ്ങേണ്ടി വന്നു. അപ്പം അതിനുശേഷം കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പിറകെ നടന്ന് ആദ്യം കിട്ടിയത് ഉജ്ജ്വലൻ. അതിനകത്ത് ജസ്റ്റ് നോർമൽ ക്യാരക്ടറാണ്. പക്ഷേ അതിനുശേഷം പ്രകമ്പനത്തിലോട്ട് വന്നപ്പം അതൊരു കോളേജ് പരിപാടി. അത് തീർത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡെർബിയിലോട്ട് വന്നത്. അതും ഒരു കോളേജ് പരിപാടി. ഒരുപാട് എൻജോയ് ചെയ്തു. ഈ പറഞ്ഞ പോലെ അവിടെ നമ്മുടെ പരീക്ഷ എഴുതണ്ട, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ പറ്റുന്ന കോളേജ്. ഒരുപാട് എൻജോയ് ചെയ്ത പടമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻറ്റിൻ്റെ കാര്യം. ഞാനും ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ചെയ്യണം ഏതാ, ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞൊന്നുമില്ല. ഞാൻ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നെഗറ്റീവ് വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, ആൾക്കാർക്ക് പടം വർക്കായില്ല, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം എന്നുള്ള രീതിയിൽ നമ്മളതെല്ലാം ഓക്കെ മൈൻഡ് സെറ്റാക്കി. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇൻസ്റ്റയിൽ കുറേ മെസ്സേജുകൾ വന്നു തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോൾ ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് പറയുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മളെല്ലാം കുറേ ഒരു ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു, ഞായറാഴ്ച ഉച്ച വരെ. പിന്നെ നമുക്ക് രണ്ടും കൽപ്പിച്ച് എല്ലാ തിയേറ്ററിലും പോയി ആൾക്കാരുടെ ജെന്യൂൻ റിവ്യൂസ് അറിഞ്ഞു. പടം കണ്ടവരുടെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് നമ്മൾ പോയി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കെല്ലാം പടം ഭയങ്കര രീതിയിൽ വർക്കായി. അപ്പോൾ അതിനുശേഷമാണ് ഈ പറഞ്ഞ ഞാനായാലും ഋഷി ആയാലും നല്ല വെളുപ്പിന് 2 മണിക്കൊരു വീഡിയോ ഇടുകയും അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. ഈ പറഞ്ഞ പോലെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് വന്നത്. അപ്പം ഈ പറഞ്ഞ പടം, നമ്മളെ പടം ഭയങ്കര വലിയ സംഭവം, വലിയ പടങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ആണോ? അല്ലല്ല, എൻ്റെ. നമ്മുടെ പടം ഭയങ്കര വേറെ വലിയ പടങ്ങളുമായിട്ട് കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഒരു ചെറിയ പടമുണ്ട്. ഈ വീഡിയോ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോരായ്മകളുണ്ട്. പക്ഷേ ഈ വരുന്ന നെഗറ്റീവിനനുസരിച്ചുള്ള നെഗറ്റീവ് റിവ്യൂവിനനുസരിച്ചുള്ള നെഗറ്റീവ് നമ്മുടെ പടത്തിലില്ല. സോ ജെന്യൂനായിട്ടുള്ള റിവ്യൂ ആൾക്കാർ അറിയിക്കുക. ഒരിക്കലും ഇല്ല. മീൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ലാലേട്ടനാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അനുകരിക്കാറില്ല. ഇല്ലില്ല, ഞാൻ മിമിക്രി ചെയ്യാറില്ല. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ്. ഒരിക്കലും അനുകരിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് വരില്ല. എന്താ മോനെ? അപ്പം എല്ലാവരും പടം കാണാം. ഇതിനകത്ത് ഷൈൻ ചേട്ടൻ ഒഴിച്ച് ബാക്കി ആരും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളെയൊക്കെ പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടിച്ച് താക്കരുത്. ഓക്കെ. അമീൻ ബ്രോ, ഇപ്പോൾ അമീൻ ബ്രോൻ്റെ ഫസ്റ്റ് ഫിലിം ഉജ്ജ്വലൻ അത്യാവശ്യം കോമഡി ഫൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പിന്നീടൊന്നും പ്രകമ്പനം ഫണ്ണുണ്ട്, എന്നാലും അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. ഡെർബിയിലാണെങ്കിൽ കിടിലും മാസ് ഫൈറ്റ്, അല്ലെങ്കിൽ കോമഡി ഉണ്ട്, എന്നാൽ അതേ സമയത്ത് ഫൈറ്റ് മാസ്ക് സീനുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അടുത്ത പടത്തിൻ്റെ ഒരു ട്രെയിലർ വന്നിരുന്നു. അതിൽ കുറച്ച് ഫൈറ്റ്, കോളേജ് ഫൈറ്റ്, സ്കൂൾ ഫൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എല്ലാം കോമഡി രീതികളിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ സിനിമയിലേക്ക് വന്നപ്പോൾ ആ കോമഡികളെല്ലാം മാറ്റി കുറച്ച് സീരിയസ് മാസ് ഒരു ഹീറോ മെറ്റീരിയൽ ആയിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ വീഡിയോസ് കോമഡി ചെയ്താലേ ആൾക്കാർക്ക് കണക്റ്റ് ആവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 മിനിറ്റ് വീഡിയോസിൽ നമ്മളൊരു സീരിയസ് മാറ്റർ അവതരിപ്പിക്കാൻ നിന്നാൽ അതൊരിക്കലും വർക്കൗട്ട് ആവില്ല. അപ്പം ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചിട്ടാണെങ്കിൽ നമ്മളെപ്പോഴും കോമഡി സാധനം നമുക്ക് വീഡിയോസ് പരമായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സിനിമയിൽ വരാനുള്ള എല്ലാവരുടെയും ആഗ്രഹം ഒരു നായകനാവുക എന്നുള്ളതാണ്. അപ്പം എല്ലാ പരിപാടി ഇപ്പം ഡെർബിക്കകത്ത് ഇപ്പം സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, കോമഡി ചെയ്തിട്ടുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇനി ഇങ്ങനത്തുള്ള പടങ്ങൾ വരാനാണ് ആഗ്രഹിക്കുന്നത്.